വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന 105 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ തൊട്ട് ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്താണ് അതിൻ്റെ ആ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ തറക്കല്ലിടൽ കർമ്മത്തിന് വന്നതാണ് ഞങ്ങൾ. അപ്പോഴാണ് ക്ഷേത്ര ഭാരവാഹികളെല്ലാം അവിടെ വന്നു. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒന്ന് സന്ദർശിക്കണം എന്നവരുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പുരാതന കാലം തൊട്ട് തന്നെ ഇവിടെ നിലവിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ശിവക്ഷേത്രം. ഇത് ഏറ്റവും വലിയൊരു സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. വയനാട് നമുക്ക് ആ ദുരിതത്തിൽപ്പെട്ടവരെ എല്ലാം രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതിനൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ്. ജാതി മത കക്ഷി ഭേദമന്യ മനുഷ്യരെല്ലാം അവിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതുകൊണ്ടാണ് വയനാട് ആ പുനരധിവാസ പദ്ധതികൾ നമുക്ക് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത്. പിന്നെ വയനാടിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെ അതാണ്. ഇവിടെ എല്ലാ മതക്കാരുമുണ്ട്. എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണിത്. തൊട്ടപ്പുറത്ത് മുട്ടിൽ യതീംഖാന, അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ പ്രൈമറി തലം തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ നടക്കുന്നു. എല്ലാ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അവിടെ പഠനം നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം വയനാടിൻ്റെ ആ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഉത്സവത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുകയാണ്. പാർട്ടി 105 വീടുകൾ ഒറ്റയടിക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ഭാരവാഹികളാണ് ഞങ്ങളുടെ ഇവിടെ പുനരധിവസിക്കപ്പെടുന്ന ആളുകൾക്ക് അയൽവാസികളായി വന്നിരിക്കുന്നത്. അത് അവർ തന്നെ ഇതിലെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ഇത്തരം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. നല്ലത് വരട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ ഇവിടെ പുനരധിവസിപ്പിക്കുന്നതിൽ ഞങ്ങളുടേതായ ഒരു സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്താണ് ഇതുവഴി. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഈ തൃക്കൈപ്പറ്റ എന്ന് പറഞ്ഞ പ്രദേശത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങോട്ടും പരസ്പരമായ ഒരു സഹകരണം, അത് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള മതസൗഹാർദ്ദം അതേ രീതി ഇവിടെയും സൂക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളെയും ബഹുമാനപ്പെട്ട കുഞ്ഞാട്ടി സാഹിബിനെയും ഞങ്ങളിവിടെ ക്ഷേത്രാങ്കണത്തിലേക്ക് വിളിച്ച് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഈ സ്വീകരണം ഏർപ്പെടുത്തിയത്. ഇനിയും തുടർന്നും ക്ഷേത്രഭാരവാഹികളുടെതും പരസ്പരം ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെയും സഹകരണം പരസ്പരം ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും നിന്നും ഉണ്ടാവണമെന്ന് ഇവിടെ അഭ്യർത്ഥിക്കുന്നു.